നമ്മുടെ പ്രസൻസ് ഇല്ലാതെ എങ്ങനെ നമ്മുടെ സ്ഥാപനം നമുക്ക് റൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കേണ്ടതുണ്ട്. അതറിയണമെങ്കിൽ ബിസിനസ്സിൻ്റെ 2 കാറ്റഗറിനെ നിങ്ങൾ അറിയണം. അതായത് പേഴ്സണാലിറ്റി ഓറിയൻറ്റഡ് ബിസിനസ് എന്താണ്, പ്രോസസ് ഓറിയൻറ്റഡ് ബിസിനസ് എന്താണ്. ഇത് രണ്ടും ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നിങ്ങളുടെ പ്രസൻസ് ഇല്ലാതെ ഒരു ബിസിനസ്സിനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. അപ്പോൾ ഇതിന് 2 പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ എന്താണ് പേഴ്സണാലിറ്റി ഓറിയൻറ്റഡ് ബിസിനസ് എന്നാണ് പറയാൻ പോകുന്നത്. പേഴ്സണാലിറ്റി ഓറിയൻറ്റഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കിടക്കുന്നുണ്ട്. ഒരു വ്യക്തിയെ ഡിപ്പെൻസ് ചെയ്യുന്ന ബിസിനസ്, അതായത് ആ വ്യക്തിയുടെ സ്കിൽസിനെയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ക്വാളിറ്റിയെയോ ഒക്കെ ഡിപ്പെൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ബിസിനസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്റ്റുഡിയോ, ആ സ്റ്റുഡിയോയിൽ നല്ലൊരു ക്യാമറാമാൻ, അൻഫസ് എന്ന് പറയുന്ന ഒരു ക്യാമറാമാൻ ഉണ്ടെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ആ ക്യാമറാമാൻ്റെ ക്വാളിറ്റി കണ്ടിട്ട് അല്ലെങ്കിൽ ആ ക്യാമറാമാനെ ഡിപ്പെൻസ് ചെയ്തിട്ട് മാത്രമാണ് ആ സ്റ്റുഡിയോ പോകുന്നതെങ്കിൽ അതൊരു പേഴ്സണാലിറ്റി ഓറിയൻറ്റഡ് ബിസിനസ്സാണ്. അല്ലെങ്കിൽ ഒരു ഹോട്ടൽ, അവിടെ നല്ലൊരു കുക്ക് ഉണ്ട്, ഒരു രമേശ് ചേട്ടനോ ഹൈദർക്കൊക്കെ ഉണ്ട്, അവരുടെ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റിനെ ഡിപ്പെൻസ് ചെയ്തിട്ടാണ് പോകുന്നത് വെച്ചെങ്കിൽ അതിനാണ് പേഴ്സണാലിറ്റി ഓറിയൻറ്റഡ് ബിസിനസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയിലേക്കായിരിക്കും ആ ബിസിനസ് കേന്ദ്രീകൃതമായിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണാലിറ്റി ഓറിയൻറ്റഡ് ബിസിനസ് ആണോ അല്ലെങ്കിൽ പ്രോസസ് ഓറിയൻറ്റഡ് ബിസിനസ് ആണോ എന്ന് അറിയണമെങ്കിൽ താഴെ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സുകൾ ഉണ്ടോ നോക്കുക. ഈ പേഴ്സണാലിറ്റി ഓറിയൻറ്റഡ് ബിസിനസ്സിൻ്റെ ഫസ്റ്റത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് ഫൗണ്ടറെ ഡിപ്പെൻസ് ചെയ്തായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ, നേരത്തെ ഹൈദർഖാൻ ഇവരൊക്കെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ആ ഫൗണ്ടർ ആ വ്യക്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് പോവുക. അതേപോലെ ഡീസെൻട്രലൈസ്ഡ് പ്രോസസ്സ് ആയിരിക്കും. ഡീസെൻട്രലൈസ്ഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മിനിമൽ SOP ഉണ്ടാവുള്ളൂ. അയാളുടെ അസാന്നിധ്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീരുമാനമെടുക്കേണ്ട വ്യക്തി അയാളായിരിക്കും. ഇപ്പം നിങ്ങളുടെ ബിസിനസ് ഇങ്ങനെയാണെന്ന് ചിന്തിച്ച് നോക്കുക. മറ്റൊന്ന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. ആ ബിസിനസ്സിൽ ഫ്ലെക്സിബിലിറ്റി കൂടുതലായിരിക്കും. കാരണം അവിടെ തീരുമാനമെടുക്കാനുള്ള ആളെന്ന് പറയുന്നത് ഒരൊറ്റ ആളായിരിക്കും തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ വേറെ കുറേ ഇതിൽ ആളോട് ചർച്ച ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ചിന്തിക്കുന്നുണ്ട്, അയാൾക്ക് എന്താണെന്ന് തോന്നുന്നത് തീരുമാനം എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ കുറച്ചും കൂടെ ഫ്രീഡം അവിടെ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, പേഴ്സണൽ ഇൻഫ്ലുവൻസ് ആയിരിക്കും. എപ്പോഴും എംപ്ലോയി ആണെങ്കിലും ക്ലയൻ്റ് ആണെങ്കിലും ആ വ്യക്തിയുമായിട്ട് നല്ല കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ ലുലുവിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എല്ലാ ആളുകളും MI യൂസഫ് അലി സാറുമായിട്ട് അത്ര കണക്റ്റഡ് ആയിരിക്കില്ല. ആ ലുലുവിലുണ്ടാകുന്ന മാനേജേഴ്സായിട്ടൊക്കെ എന്ത് ചെയ്യുക, കണക്ഷൻ ഉണ്ടാവുക. എന്നാൽ നോർമൽ ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ ഓണർ തന്നെയായിരിക്കും അതിൻ്റെ ഫ്രണ്ട് എൻഡിൽ ഉണ്ടാവുക. അപ്പോൾ അയാളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കും. മറ്റൊന്ന് ഇതിൻ്റെ റിസ്ക് ആണ്. ഇതിൻ്റെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് വെച്ചാൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്, അയാളുടെ അസാന്നിധ്യത്തിൽ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. വേറൊന്ന് പേഴ്സണൽ ഇൻഫ്ലുവൻസ് ആണ്. ഈ പേഴ്സണൽ ഇൻഫ്ലുവൻസ് എല്ലായിടത്തും, സ്റ്റാഫുകളുടെ ഇടയിലാണെങ്കിലും ക്ലയൻസിൻ്റെ ഇടയിലാണെങ്കിലും ഒക്കെ ഈ പേഴ്സണൽ ഇൻഫ്ലുവൻസ് അവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ഓറിയൻറ്റഡ് ബിസിനസ്സാണ്. എന്താണ് പേഴ്സണാലിറ്റി ഓറിയൻറ്റഡ് ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും? അത് നമുക്ക് അഡ്വാൻറ്റേജ് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് ഒരാൾക്ക് പെട്ടെന്ന് ക്ലയൻസുമായിട്ടും അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സൊക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഈ ഒരു വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ പോവുക. അതേപോലെ തന്നെ തുടക്കകാലത്ത് പെട്ടെന്നൊരു ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ, ഫസ്റ്റ് തന്നെ പെട്ടെന്നൊരു ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ ഇത് സാധിക്കും. അതേപോലെ അയാളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി അനുസരിച്ചിട്ടുള്ള കൾച്ചറായിരിക്കും അവിടെ ഉണ്ടാവുക. ആ വ്യക്തിയുടെ ക്വാളിറ്റി എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതെല്ലാം ഇതിൻ്റെ അഡ്വാൻറ്റേജുകളാണ്. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിനെ മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രോത്തിനൊരു മിനിമൽ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതിനെ ബ്രാൻഡിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുക്കുമ്പോഴാണ് പിന്നീട് അതെന്ത് ചെയ്യുക, ഒരു പ്രോസസ് ഓറിയൻറ്റഡ് ബിസിനസ്സിലേക്ക് പോവുക. രണ്ടാമത്തെ കാര്യം, ഇയാളുടെ അസാന്നിധ്യത്തിൽ, ഇയാൾ ലീവാണെങ്കിൽ അവിടുത്തെ പല കാര്യങ്ങളും സ്റ്റക്കായി പോയി. നല്ലൊരു കുക്കാണ്, അയാളത് വന്നിട്ടില്ലെങ്കിൽ ആ ഹോട്ടലിൽ തുറക്കാൻ പറ്റില്ല, അന്നത് അടച്ചിടേണ്ടി വരും. അതായിരിക്കും അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അവിടെ ഒരു സ്റ്റാൻഡേർഡൈസ് പ്രോസസ്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്കും അത് ലീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് ഒരു പേഴ്സണാലിറ്റി ഓറിയൻറ്റഡ് ബിസിനസ് എന്നുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഈ ഒരു പ്രോസസ് ഓറിയൻറ്റഡ് ബിസിനസ് എന്താണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പം ഈ ഒരു പേഴ്സണാലിറ്റി ഓറിയൻറ്റഡ് ബിസിനസ് തിരിച്ചറിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ ബിസിനസ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചതും. ഞാനിതേപോലെ ട്രെയിനിങ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ആ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പല സ്ഥലത്തും അവരെ ഇതിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യുക. ഇവരൊരു പ്രോസസ് ഓറിയൻറ്റഡ് ബിസിനസ്സിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ എന്താണ് ഈ പ്രോസസ് ഓറിയൻറ്റഡ് ബിസിനസ് എന്ന് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും. അതുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വരുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്കൊരു സ്ഥാപനം റൺ ചെയ്യുമ്പോൾ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത്, നിങ്ങൾ ടീം മെമ്പേഴ്സിനൊക്കെ അയച്ചു കൊടുക്കുക. ടീം മെമ്പേഴ്സൊക്കെ ഈ കാര്യങ്ങൾ പഠിക്കട്ടെ. അപ്പോഴാണ് നിങ്ങൾക്കൊരു ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റുക, ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ സെക്കൻഡ് ലൈൻ ലീഡേഴ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും കൂടി റിക്വസ്റ്റ് ചെയ്തിട്ട് നിർത്തുന്നു. താങ്ക് യു.